അമ്മേ എന്താ പറഞ്ഞോ? എന്താ പോകുന്ന പരിപാടി? ഞാൻ മീൻകറി ഉണ്ടാക്കാം. ഒന്ന് സ്പെഷ്യൽ മീൻകറിയാണോ? മീൻകറി ദോശ ഉണ്ടാക്കാം നമുക്ക്. ഉണ്ടാക്കാം. അപ്പം ഇന്നിപ്പോൾ എപ്പോഴും നമ്മൾ അച്ചാർ ഉണ്ടാക്കണൊക്കെ കാണിക്കല്. ഇന്ന് ഇതായിക്കോട്ടെ അല്ലേ? ഇന്ന് നമ്മളെ സ്പെഷ്യലായിട്ട് എന്നും പിന്നെ ഫ്രണ്ട്സ് ഞങ്ങൾ അച്ചാർ ഉണ്ടാക്കുന്നത് മാത്രമല്ല കാണിക്കുന്നത്. അപ്പം ഇന്ന് വീട്ടിലത്തെ ഒന്ന് കാണിക്കാം കേട്ടോ. പിന്നെ വീട്ടിൽ നിന്നിപ്പോൾ നമ്മൾ വൈകുന്നേരം ഇതാ അയിലമീൻ കൊണ്ടുവന്നിട്ടുണ്ട് മോനെ. അപ്പോൾ അത് നമുക്ക് അച്ചാർ അല്ല കറി വയ്ക്കാം. ഇത് അനിയത്തിയാണ് കേട്ടോ. ഇതിൻ്റെ അനിയത്തിയാണ്. ഹായ് പറ. ഹായ് ഹായ്. അപ്പോൾ നമുക്ക് തുടങ്ങാം കേട്ടോ. നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ചൂടായിട്ടോ. അതുകൊണ്ട് നമ്മൾ ഉലുവ ഇട്ടിട്ടുണ്ടേ. ഉലുവ ഇട്ടിട്ട് നല്ലോണം ഉലുവ പൊട്ടണം കേട്ടോ. ഒരു മീൻകറി നോക്കാൻ വിചാരിച്ചിരുന്ന ചെറല്ലേ. ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ ഇനി ഞങ്ങൾ ഇഞ്ചി ഇടാണ് കേട്ടോ. ഇത് നമ്മൾ ഓരോ സ്ഥലത്ത് ഇതിപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും കേട്ടോ. മീൻകറി വയ്ക്കാൻ പല സ്ഥലത്തും പല മാതിരിയല്ലേ. പക്ഷേ നമ്മളിവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് അതിട്ടു. അതൊന്നിങ്ങനെ മൂത്തിട്ട് നമ്മൾ നല്ലോണം ഇങ്ങനെ മൂത്ത് വരുമ്പോൾ പിന്നെ നമ്മൾ ഈ ചെറിയുള്ളി ഇടും കേട്ടോ. ചെറിയുള്ളി ഞാനൊരു സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറുതാക്കി അരിഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ ഇടുന്നത്. പിന്നെ എന്തൊക്കെ ഉണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും? സുഖമായിട്ടിരിക്കണോ? ഞാൻ എന്നും ഈ അച്ചാറാകുമ്പോഴേ ഒരു സുഖമില്ലല്ലോ. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ മോൻ എന്നോട് പറഞ്ഞു നമുക്ക് അങ്ങനെ നോക്കിയാലോ വെച്ചു. വീട്ടിലെ വിശേഷങ്ങളായിട്ട് നമുക്കൊന്ന് നോക്കിയാലോ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നോക്കുകയാണേ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടും വേണം കേട്ടോ എനിക്ക്. ഞാനിത് ഉണ്ടാക്കി നോക്കട്ടെ. എല്ലാവർക്കും അറിയുണ്ടാവും മീൻ കറി ഉണ്ടാക്കാൻ. പക്ഷേ ഞാൻ ഓരോ സ്ഥലത്തേക്ക് ഓരോ മാതിരിയല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ രാവിലത്തെ ഗോതമ്പ് ദോശ ഉണ്ട്, മാവ് ഉണ്ടിരിക്കണം. അപ്പോൾ ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മോൻ പറഞ്ഞ ലേശം മീൻ കൊണ്ടുവരാം കേട്ടോ, മീൻ കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാട്ടോ ഒന്ന് ഇങ്ങനെ മീൻ കറിയും ദോശയും. സാധാരണ ഇവിടെ അങ്ങനെ തന്നെയാണ്. രാത്രി ചോറില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ രാവിലത്തെ മാവ് ഉണ്ടെങ്കിൽ അതുണ്ടാവും, അല്ലെങ്കിൽ വേറെ ഗോതമ്പ് ദോശയോ ചപ്പാത്തിയോ. ചിലപ്പോൾ എനിക്ക് മതി കേട്ടോ, ഞാൻ ചപ്പാത്തിയൊന്നും ഉണ്ടാക്കില്ല. ചിലപ്പോൾ മോനോട് പറയും ചപ്പാത്തി കൂടി വാങ്ങിക്കൊണ്ടിരി പറയും. ചിലപ്പോൾ ഇങ്ങനെ അച്ചാറിൻ്റെ പണി എല്ലാം ഉണ്ടാകുമ്പോഴേ ചിലപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുമ്പോഴും ഒക്കെ നല്ലതല്ലേ. ഇപ്പോൾ തിരക്കും അല്ലേ, ഇപ്പോൾ വൈകില്ല, വൈകുന്നേരം നമ്മളേക്ക് ക്ഷീണിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇഞ്ചിയൊക്കെ നല്ല ഇങ്ങനെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചെറുള്ളിയും ഒരു ഉള്ളിയും കൂടി ഇടുകയാണ് കേട്ടോ. ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഗോതമ്പ് ദോശയ്ക്കും ഒക്കെ രസം തന്നെ കേട്ടോ. പക്ഷേ ഗോതമ്പ് ദോശയ്ക്ക് തന്നെ അധികം ഇവിടെ ചമ്മന്തി ചട്നിയൊക്കെയാണ്. അപ്പോൾ ഇതിപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ മീൻ കൊണ്ടുവന്നപ്പോൾ പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ കുറച്ചുണ്ടെങ്കിൽ ബാക്കിയുള്ളത് നാളേക്ക് എടുക്കാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട്. ഇപ്പോൾ രാത്രിയാണെങ്കിൽ ഇനി രാവിലെ ദോശയാണ്, അപ്പോൾ ദോശയ്ക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ. നല്ലോണം ഒന്നിങ്ങനെ വാടിയിട്ട് വരണം കേട്ടോ. നല്ല വാടിയിട്ട് വരട്ടെ. സാധാരണ നമ്മൾ മൺചട്ടി ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് അത് പൊട്ടിപ്പോയി എൻ്റെ അടുത്തുനിന്ന്. മൺചട്ടിയിലാണ് ഞാൻ മീൻകറി വെക്കല്. ഇതിപ്പോൾ ഇവിടെ ഒരു ഉരുളി ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതിൽ വെക്കുന്നത് കേട്ടോ. മൺചട്ടിയിൽ വെക്കണമൊക്കെ ഇഷ്ടം. പിന്നെ എല്ലാ സ്ഥലത്തും കുടംപുളി ഇട്ടിട്ട് വെക്കും കേട്ടോ. ഇവിടെ ഒന്നും കുടംപുളി അങ്ങനെ കിട്ടില്ല. പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ എന്ന് അങ്ങനെ കുടംപുളി ഉപയോഗിക്കില്ല കേട്ടോ. ഞങ്ങളൊക്കെ ഇങ്ങനെ വാളംപുളിയാണ് ഉപയോഗിക്കുക. വാളംപുളീൻ്റെ ഇതിലിട്ടിട്ടാണ് നമ്മൾ പുളി ഇടുക കേട്ടോ. ശരിക്കും കുളമ്പുളി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇവിടെ ഒന്നും അങ്ങനെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും, വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. പക്ഷേ ഞങ്ങളത് മേടിച്ചിട്ടില്ല ഇതുവരെ. കുടംപുളിയിലാണ് നല്ല ടേസ്റ്റ് എന്ന് എല്ലാവരും പറയലുണ്ട്. നമ്മളിങ്ങനെ ഇട്ടിട്ട് വെക്കും, നമ്മളടുത്തുള്ള മാതിരി അങ്ങനെ ഇട്ടിട്ട് വെക്കും. അനിയത്തി ഇതവിടെ നോക്കി നിൽക്കുക കേട്ടോ. അവൾക്ക് വിശക്കുണ്ട്. അവൾ കുറേ നേരമായി ഉണ്ടാക്കി പറഞ്ഞു. ഞാനിത് ഒക്കെപ്പാടെ അങ്ങോട്ട് എത്തണ്ടേ, മീൻ നന്നാക്കലും കൊണ്ടുവന്ന്, അതുകൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നെല്ലിക്ക അച്ചാർ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാണ്ട് കേട്ടോ. നെല്ലിക്കല്ല, വെളുത്തുള്ളി. ഇന്നലെ നമ്മൾ നാരങ്ങ ഉണ്ടാക്കി, ഇന്ന് കടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിക്ക് കറിവേപ്പില ഇടാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പൊടികളിടാം കേട്ടോ. കൂട്ടിടാം കേട്ടോ. പച്ചമുളക് ആയിട്ടില്ല. പച്ചമുളക് നമുക്കിത് വാടിയിട്ട് നല്ലോണം
പുളി ഒഴിച്ചിട്ട് പച്ചമുളക് ഇട്ട് തിളപ്പിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ഒരു പച്ചമുളകിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. ലാസ്റ്റ് ആദ്യം പച്ചമുളക് ഇട്ടാൽ അത് നല്ലോണം ഒരു വാടൊക്കെ രസമുണ്ട്. ഒരു പച്ചമുളകിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെ കാട്ടണം. നമ്മളിതിക്ക് മഞ്ഞപ്പൊടിയൊക്കെ ഇടാൻ പോവുകയാണേ. മഞ്ഞപ്പൊടി ഇട്ടു. മല്ലിപ്പൊടി ഞാൻ കുറച്ച് എടുക്കുള്ളൂ കേട്ടോ. മല്ലിപ്പൊടി ഇവിടെ ഉണ്ടാക്കി പിന്നെ നമ്മൾ തേങ്ങ മീൻ വറുത്ത് വരയ്ക്കുമ്പോൾ നമ്മൾ മല്ലിപ്പൊടി ഇട്ടിട്ട് നല്ലോണം വറുത്ത് തേങ്ങയും മല്ലിപ്പൊടിയും കൂടെ വറക്കും കേട്ടോ. ഇതിപ്പോൾ നമ്മൾക്ക് കുറച്ച് മതി കേട്ടോ. അത് പുളി ഇടുമ്പോൾ ഞാനിങ്ങനെ തന്നെ എടുക്കലേ. അപ്പോൾ ഇനി നമ്മൾ ലേശം മല്ലിപ്പൊടി കേട്ടോ. നമ്മൾ ഇടാൻ പോകുന്നത് മുളക് പൊടി കേട്ടോ. മുളക് പൊടി ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ മുളക് മൂപ്പർക്ക് ഹസ്ബൻഡിന് മുളക് കുറച്ച് മതി. പക്ഷേ മോനൊക്കെ കൂടുതൽ വേണം, അനിയത്തിക്ക് വേണം, എനിക്കും വേണം കേട്ടോ. മീനിലൊക്കെ ഞങ്ങൾ നല്ലോണം മുളകിടും. ഇത് പെരുംജീരകമാണ് കേട്ടോ. പെരുംജീരകം ഇട്ടേ. ഒക്കെ നല്ലോണം ആയിട്ടുണ്ടേ. ഇനി ഇതിക്ക് നമ്മൾ ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇപ്പോൾ പാകത്തിന് ഉപ്പ് ഇടുന്നുണ്ടേ. ഇനിയാണ് നമ്മളെ തക്കാളി. ഞാൻ തക്കാളി ഒന്നിട്ട് സോസാക്കിയതാ കേട്ടോ. അതാണ് ഞാനിടുന്നത്. തക്കാളി നമ്മൾ അങ്ങനെ നുറുക്കിയിടും, പക്ഷേ ഇങ്ങനെ സോസാക്കിയിട്ടും ഉപയോഗിക്കാം. അപ്പോൾ വേറെ ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ തക്കാളി സോസ് ഒഴിക്കാൻ പോവുകയാണേ. തക്കാളി സോസ് ഒഴിച്ചിട്ട് നല്ലോണം അതിൻ്റെ വെള്ളം പോകണം കേട്ടോ. അപ്പം നല്ലോണം അതിൻ്റെ വെള്ളമൊക്കെ വറ്റി തക്കാളി നല്ലോണം ഇതായിട്ടുണ്ട്. മുളകൊക്കെ എല്ലാം പിടിച്ച് നല്ല ഇതായിട്ട് കേട്ടോ. അതിന് ഇതിക്ക് പുളി ഒഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പുളിയെല്ലാം ഒഴിച്ചു. ഇനി നമ്മൾ നല്ലോണം തന്നെ പുളി തിളച്ച് നല്ലതിൽ വരണം കേട്ടോ. കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിക്കാം കേട്ടോ. നമുക്ക് ചൂടുവെള്ളം എടുക്കുകയാണ്. ചൂടുവെള്ളമാണ് കേട്ടോ. വെള്ളം ആവശ്യത്തിന് വേണ്ടവർക്ക് ആവശ്യത്തിന് കേട്ടോ. അവിടെ കുറച്ച് മീൻകറി ഇങ്ങനെ കുറുന്നനായിട്ട് ഇഷ്ടമല്ല. കുറച്ച് വെള്ളം വേണം കേട്ടോ എല്ലാവർക്കും. ഇത് നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് മീനിടാം കേട്ടോ. അതിലെ കുട്ടികളെ കേട്ടോ കിട്ടിയത്. നല്ല വിലയാണ് ഇവിടെയൊക്കെ. നല്ല വിലയാണ് ഇപ്പോൾ മീൻ. എല്ലായിടത്തും എങ്ങനെയാണെന്ന് കേട്ടോ എനിക്കറിയില്ല. നിങ്ങളവിടെയൊക്കെ എങ്ങനെ ഉണ്ടോ? ഇവിടെ നല്ല വിലയാണ് മീനിനൊക്കെ. മീനും ചിക്കനൊക്കെ നല്ല വിലയാണ്. അപ്പോൾ ഇനി ഞങ്ങൾ തിളച്ച് വന്നേ. അപ്പം നമ്മൾ അതിലെ മീൻ ഇടുക കേട്ടോ. മീൻ ഇടുകയാണേ. ഇങ്ങനെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ ടൊമാറ്റോ അരച്ചിട്ട് പിന്നെ ഇതിൽ പാർന്നാലേ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കി നോക്കൂ കേട്ടോ എല്ലാവരും. പിന്നെ പച്ചമുളക് എനിക്ക് പിന്നെ ലാസ്റ്റ് നമ്മൾ പച്ചമുളക് കീറിയിട്ടിടുക കേട്ടോ. എന്നാൽ അപ്പോൾ വേറെ ടേസ്റ്റാണ് ഇതിന്.
പച്ചമുളക് നമ്മൾ എരിവില്ലെങ്കിൽ നമ്മൾ കൂടുതൽ കുറച്ചിട്ടാൽ മതി എരിവുണ്ടെങ്കിൽ. അല്ലെങ്കിൽ പച്ചമുളക്, ഇവിടെ പച്ചമുളക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. എല്ലാവരും പച്ചമുളക് കീറിയിട്ടാൽ നല്ല ടേസ്റ്റാന്ന് പറയും. അപ്പോൾ പച്ചമുളക് ലാസ്റ്റ് ഇടാൻ പാടില്ലേ. ഇനി ലാസ്റ്റ് ഇത് നല്ലോണം തിളച്ച് വരണം കേട്ടോ. തിളക്കട്ടെ. മീനൊക്കെ നല്ലോണം വെന്ത് ഇതായി വന്നത് കേട്ടോ. പുളി മീനും പച്ചമുളകും ഒക്കെ. ഇനി ഇതിലേക്ക് നമുക്ക് 2 കറിവേപ്പിൻ്റെ ഇലയിടുക. മല്ലിച്ചപ്പ് ഇടുക കേട്ടോ. മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പ് ഇടുക. മല്ലിച്ചപ്പും കൂടി ഇട്ടാൽ വേറൊരു ടേസ്റ്റാണ് മീൻ കറിക്ക്. ഇനി മല്ലിച്ചപ്പ് ഇട്ടിട്ട് ലേശം വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചാൽ മതി. ഈ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു. ഇനിയിപ്പോൾ നമ്മളെ അയില മുളു ഇട്ടത് കേട്ടോ. അയില മുളു ഇട്ടത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അയിലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.